ഹായ് ആൾ, ഹോപ്പ് എല്ലാവരും സേഫാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഭാഗമായിട്ട് ലെക്ചേഴ്സൊക്കെ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാം. നമുക്ക് മിക്കതും ഈ ക്ലാസ്സിനകത്ത് നമുക്ക് കഴിഞ്ഞ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെന്ന് പറയുമ്പോൾ നമുക്ക് റെസ്പോൺസീവ് വെബ് ഡിസൈൻ കോൺസ്ട്രക്ഷൻ ആണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുന്ന മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ലൈക്ക് മിൻ വിത്ത് മാക്സ് വിത്ത് എങ്ങനെ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മീഡിയ ക്വയറീസ്, ഫ്ലെക്സിബിൾ ഇമേജസ്, റെസ്പോൺസീവ് വെബ് ഡിസൈനകത്ത് വരുന്ന മൊബൈൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ടോപ്പിക് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് നമുക്ക് സ്റ്റാർട്ടപ്പ് പോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ട് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും റെസ്പോൺസീവ് വെബ് ഡിസൈൻ കോൺസെപ്റ്റിലേക്ക് നേരിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എല്ലാം ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അഡോബിയുടെ ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണോ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള അതിവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് VS Code എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. വിഷ്വൽ സ്റ്റുഡിയോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് കോഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഡ്രീം വേവിൽ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇതിനകത്തും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സൈറ്റിനെ മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്ന സൈറ്റ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ഈ കാണുന്ന ഫോൾഡറാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു CSS ഫോൾഡറും പ്ലസ് നമുക്ക് ഭാവിയിലേക്ക് വേണ്ടി വരുന്ന ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോൾഡർ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ VS സ്റ്റുഡിയോയിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് നമ്മളത് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, കുറച്ച് ടൈം എടുക്കുമായിരിക്കും, ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫോൾഡർ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ HTML ഫയൽ ഫസ്റ്റ് അതൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഞാൻ ലെക്ചർ ബേസ്ഡ് ആയിട്ട് lecture01.html എന്ന് പറയുന്ന പേരിലാണ് ഇതിൻ്റെ മെയിൻ ഫസ്റ്റ് ഫയൽ നമ്മളൊന്ന് കമ്പോസ് ചെയ്യണം. ആൻഡ് കോഡ് സ്റ്റാർട്ടപ്പ് ചെയ്യാണ്. ഓക്കെ, പിന്നെ ഇതിലേക്ക് വേണ്ടി വരുന്ന ഒരു CSS ഫയലും കൂടി വേണം. അപ്പോൾ അതും കൂടി ഒന്ന് കമ്പോസ് ചെയ്യുന്നുണ്ട്. ഫയലിനെ സേവ് ചെയ്യുന്നു ഞാൻ CSS ഫോൾഡറിനകത്തേക്ക് lecture01_styles എന്ന് പറയുന്ന പേരിൽ CSS എക്സ്റ്റൻഷൻ വേണം. ഓക്കെ, സെലക്ട് ചെയ്തു. ഇനി ഈ ഫയലിനെ CSS ഫയലിനെ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HTML ഫയലിലേക്ക് ഒന്ന് ലിങ്ക് ചെയ്യണം. സോ ആസ് യു നോ ലിങ്ക് ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടി വരുന്ന ഫയലിനെ CSS ഫോൾഡറിനകത്തുള്ള lecture01_styles എന്ന് പറയുന്ന ഫയലിനെ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റപ്ഡായി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, ചെറുതായിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പേ ഉള്ളൂ. ഫുൾ ആൻഡ് ഫുൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 2 കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം. ഒരു പാരന്റ് കണ്ടെയ്നർ, ഒരു സബ് കണ്ടെയ്നർ. സോ ഒരു പാരന്റ് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചൈൽഡ് കണ്ടെയ്നറും കൂടി ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ CSS ഫയലിലൂടെ ഇതൊന്ന് സ്റ്റൈൽ ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു പാരന്റ് കണ്ടെയ്നറിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കാം. നമുക്ക് പാരന്റിനകത്ത് നമുക്ക് വേണ്ടി വരുന്ന പ്രോപ്പർട്ടീസ്, ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുള്ളൂ. സോ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഈ ഒരു കളറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. സോ ഫയലിനെ ഒന്ന് ബ്രൗസറിലൂടെ ഞാൻ എക്സ്പോർട്ട് ചെയ്ത് കാണുകയാണ്. സോ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. അപ്പോൾ ഇതിനകത്ത് ലൈവ് സെർവർ ഓപ്ഷനുള്ള കാരണം അതിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഡ്രീം വേവറിനകത്ത് നമുക്കുള്ളതാണ്. അപ്പോൾ കോഡിങ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലം വരുന്ന കാരണം നമ്മളത് ഒഴിവാക്കാൻ കാരണം ഇതിനകത്ത് അത്രയും ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലൂടെ ഞാൻ ചെക്ക് ചെയ്യുന്നത്. ലൈവായിട്ട് നമുക്ക് ചെക്ക് ചെയ്യും ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിത് രണ്ടും ഒന്ന് ടൈൽ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സൈഡ് ബൈ സൈഡായിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാപ്സ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ കോഡ് ഇതും കൂടി നമുക്ക് ലൈവായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പാരൻ്റെ പ്രോപ്പർട്ടി ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് പാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇന്നത് വേണമെന്ന് പറഞ്ഞു. ബട്ട് ഇതിൻ്റെ കണ്ടെയ്നർ നമുക്ക് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കണ്ടെയ്നർ കാണില്ല നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനൊരു പാഡിങ് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. പാഡിങ് ഒരു 50 പിക്സൽസോളം ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഫയലിനെ സേവ് ചെയ്യുന്നു. ഇവിടെ സേവ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കാണും. യെസ്, അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുന്ന ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത്, കറക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ കാണുന്ന സ്പേസസ് മേളിൽ കാണുന്നുണ്ടോ, ചുറ്റോറും നമുക്കൊരു കുറച്ച് സ്പേസസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പേസസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പേജിൻ്റെ മാർജിൻ വന്നിട്ടുണ്ടാവും.
നമുക്കറിയാവുന്നതാണ്. പേജിൻ്റെ മാർജിൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മാർജിൻ പ്രോപ്പർട്ടീസ് ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. നമുക്ക് ബോഡി എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ പേജിനൊരു മാർജിൻ കാണുന്നുണ്ടോ? അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് നമുക്ക് അവിടെ വന്ന് കിടക്കുന്നത്. ഈ പറഞ്ഞ 8 പിക്സൽസോളം മാർജിൻ. അപ്പോൾ അത് ആദ്യം ക്ലിയർ ചെയ്യാൻ പോവാണ്. സോ ഒന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്ക് ടു CSS. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോഡിയുടെ മാർജിൻ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. സോ ബോഡി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മാർജിൻ 0ലേക്ക് ഞാൻ സെറ്റപ്പ് ചെയ്തു. ഓക്കെ ഫൈൻ. അപ്പോൾ അത് നമുക്ക് പോയിട്ടുണ്ട്. റൈറ്റ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ചൈൽഡ്, നമ്മൾ ചൈൽഡ് എന്ന് പറഞ്ഞൊരു കണ്ടെയ്നറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചൈൽഡ് കണ്ടെയ്നറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാണ്. ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. കാണാൻ പറ്റുന്നില്ല ആസ് വി നോ. അപ്പോൾ ഇതിനകത്തും കണ്ടന്റ് ഒന്നും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഒന്നും കാണാത്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഈ പാരന്റ് ചൈൽഡ് എന്ന് പറയുന്ന രണ്ട് കണ്ടെയ്നർ വേണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ചൈൽഡ് കണ്ടെയ്നർ കാണുന്ന വെച്ചാൽ ഇതിനൊരു പാഡിങ് നമുക്ക് കൊടുത്ത് നോക്കാം. കൊടുക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ രണ്ടിനും കാണിയായിരിക്കും. 50 പിക്സൽസ് തന്നെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു ആസ് വി നോ. ഓക്കെ ഫൈൻ. അപ്പോൾ പാരന്റ് കണ്ടെയ്നർ, നമ്മുടെ ചൈൽഡ് കണ്ടെയ്നർ രണ്ടും കറക്റ്റായിട്ട് നമുക്ക് ഡിസ്പ്ലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഈ പാരന്റ് ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഡിവ് ആണ്. അപ്പോൾ ഡിവിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി വരുന്നത് ബ്ലോക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. കണ്ടോ, ബ്ലോക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നു കൊടുക്കുന്നത്. അതിപ്പോൾ പാരന്റ് കണ്ടെയ്നർ ആവട്ടെ അല്ലെങ്കിൽ പാരന്റിനകത്തുള്ള ചൈൽഡ് കണ്ടെയ്നർ ആണെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടി ഡിസ്പ്ലേ പ്രോപ്പർട്ടി വരുമ്പോൾ അതിൻ്റെ വാല്യൂ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്ന എലമെന്റിനെ കുറിച്ച് ആൾറെഡി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബ്ലോക്ക് ലെവൽ എലമെന്റ് വിത്ത് ഡിഫോൾട്ട് ആയിട്ട് 100% ആണ്. അപ്പോൾ 100% ഓഫ് യുവർ ബ്രൗസർ വിൻഡോ. അപ്പോൾ നമ്മളിതിപ്പോൾ റീസൈസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് എന്തായി ആൾറെഡി ഇപ്പോൾ ഒരു റെസ്പോൺസീവ് മോഡലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ ഫൈൻ. നമ്മൾ മീഡിയ ക്വയറി അങ്ങനെ ഒന്നും റൈറ്റ് ചെയ്തിട്ടില്ല. എങ്കിലും ഡിഫോൾട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന എലമെന്റ്സ് എല്ലാം അതിൻ്റെ ഡിഫോൾട്ട് പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് റെസ്പോൺസീവ് തന്നെയാണ്. അത് റെസ്പോൺസീവിന് ബ്രേക്ക് ആവുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോരു വാല്യൂസ്, പ്രോപ്പർട്ടി വാല്യൂസിനനുസരിച്ചാണ് ഇത് ബ്രേക്ക് ആവുന്നത്. പിന്നീട് മീഡിയ ക്വയറീസ് യൂസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ എനിഹൗ. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ആഡ് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ CSS ഫയലിനകത്ത് പാരന്റ് കണ്ടെയ്നറിൻ്റെ വിത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഒരു 80%ലേക്ക് ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ പെർസെൻറ്റേജ് വാല്യൂസ് ഒക്കെ നമുക്കറിയാം. ഓക്കെ, റിലേറ്റീവ് യൂണിറ്റ് ആണ്. ഓക്കെ, അബ്സല്യൂട്ട് മെഷറിംഗ് യൂണിറ്റ് അല്ല, റിലേറ്റീവ് മെഷറിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഈ പാരന്റ് എന്ന് പറയുന്ന കണ്ടെയ്നർ ഇറ്റ് വിൽ റിലേറ്റ് വിത്ത് യുവർ പാരന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഈസ് നത്തിങ് ബട്ട് അവർ ബ്രൗസർ വിൻഡോ. അപ്പോൾ ബ്രൗസർ വിൻഡോനെ റിലേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗസർ വിൻഡോ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ നമുക്ക് 100%, അതിലൊരു 80% ആണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ റെസ്പോൺസീവ് ആയിട്ട് ബിഹേവ് ചെയ്യും. നമ്മൾ റെഡ്യൂസ് ചെയ്യും തോറും കറക്റ്റ് അറിയിട്ട് ബ്രൗസർ വിൻഡോനെ റെഡ്യൂസ് ചെയ്യാം. ലൈക്ക് ബ്രൗസർ വിൻഡോനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ആ വിൻഡോ സൈസിൻ്റെ 80%ലേക്കാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പം ഞാൻ അത് കാണുമ്പോൾ നമുക്ക് ആ 80% റിമൈനിങ് നമുക്ക് കാണുന്നില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസർ വിൻഡോന് ഫർദർ ആയിട്ട് നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ഇൻസ്പെക്ട് എലമെന്റ് വഴി നമ്മൾ മൊബൈൽ ഓൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ 80% ഓഫ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈൻ. അപ്പോൾ തൽക്കാലം ഇത് വേണ്ട, നമുക്ക് പിന്നീട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 80% ഓഫ് യുവർ പാരന്റ് കണ്ടെയ്നർ എങ്ങനെയാണ് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ CSSനകത്ത് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കണ്ടെയ്നർ സബ് കണ്ടെയ്നറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, വിത്ത് എനിക്ക് ലൈക്ക് ഒരു 500 പിക്സൽസിൽ വേണം. അപ്പോൾ പിക്സൽസും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഒക്കെ ക്ലബ് ചെയ്തിട്ടാവും നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 500 പിക്സൽസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു സ്ക്രീൻ സൈസിലാണ് കിടക്കുന്നത്. സോ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ നമുക്ക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ കാണുന്ന വിത്ത് 500 പിക്സലിനെക്കാട്ടിയും കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ക്രോളർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഈ കാണുന്ന കണ്ടെയ്നർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ 80%നകത്ത് നമുക്ക് എന്താ പറയുന്നത് 500 പിക്സലാണ് നമുക്ക് വന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ തന്നെ ഞാൻ ഒന്നുകൂടി റെസ്പോൺസിലേക്ക് മാറ്റുകയാണെന്ന് വെച്ചാൽ 50% എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായി 500%ൽ മാറി. സോറി 50% ആണ്. 50% കറക്റ്റ് നമ്മുടെ ബ്രൗസർ വിൻഡോൻ്റെ 50%. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാഡിങ് വാല്യൂസ് ഒക്കെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കാരണം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ പാഡിങ് വാല്യൂസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാർഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോക്സ് സൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ പാഡിങ് വാല്യൂസ് എല്ലാം എക്സസീവ് ആയിട്ട് പോകുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോക്സ് സൈസിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ബോക്സ് സൈസിങ് പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലോബലായിട്ട് യൂണിവേഴ്സൽ സെലക്ടറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെലക്ട് എന്ന് പറയുമ്പോൾ സ്റ്റാറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന വെബ് പേജിനകത്തുള്ള എല്ലാ എലമെൻസിൻ്റെയും ബോക്സ് സൈസിങ് പ്രോപ്പർട്ടി എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലൈക്ക് ബോർഡർ ബോക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ബോർഡർ വരെ എന്ത് വാല്യൂ നമ്മൾ കൊടുത്താലും ആ വാല്യൂസ് എല്ലാം നിങ്ങളുടെ വിത്തിൻ കണ്ടെയ്നറിനകത്തേക്കാണ് സ്റ്റോർ ആവാൻ പോകുന്നത്. കണ്ടെയ്നറിൻ്റെ പുറത്തേക്ക് നമുക്ക് പോകുന്നില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കറക്റ്റ് ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രോബ്ലം നമുക്കിപ്പോൾ ഇല്ല.
എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് 80% ഓഫ് വിൻഡോ ആ 80%-നകത്ത് കറക്റ്റ് 50%. അപ്പോൾ ഈ പാഡിങ് എല്ലാം എന്തായി നമ്മുടെ കണ്ടെയ്നറിനകത്തേക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റ് 50% ഇതെല്ലാം സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബേസിക് ആയിട്ട് ഈ പെർസെൻറ്റേജ് വാല്യൂ കൊടുക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മാക്സ് വിത്ത് എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വിൻഡോ എത്രത്തോളം നമ്മൾ വലുതാക്കി വെച്ചാലും 80% ആണ് കാണുന്നത്. അപ്പോൾ ഈ 80%-നകത്ത് നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം സ്ട്രെച്ച് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് മാക്സ് വിത്ത് എന്ന് പറയുന്ന ഒരു വാല്യൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരന്റ് കണ്ടെയ്നറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, മാക്സ് വിത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 12,000 ഒക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ 11,000 ഞാനിപ്പോൾ ഒരു പ്രാക്ടീസിങ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 1000 പിക്സൽസ് ഇതിൽ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബ്രൗസർ വിൻഡോ നിങ്ങൾ മാക്സിമൈസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു 1000 പിക്സൽസ് മാത്രമേ നമ്മുടെ പാരന്റ് കണ്ടെയ്നർ വരുള്ളൂ. ഓക്കെ, ഇനി ഇതിനെ ഷ്രിങ്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും 80% ഓഫ് യുവർ വിൻഡോ. അതാണ് ഈ രണ്ട് വാല്യൂസും നമ്മൾ ക്ലബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് എനിക്ക് 80% വേണം, ബട്ട് ആ 80% പറയുന്നത് ബ്രൗസർ വിൻഡോ വലുതാവും തോറും 1000 പിക്സലെങ്കിലും ചുരുങ്ങിയത് എനിക്ക് കണ്ടെയ്നറിലേക്ക് വേണ്ടി വരും ഈ ഒരു വാല്യൂവിൽ. അപ്പോൾ ഞാനിപ്പോൾ 100% പറഞ്ഞ് മാറ്റുമ്പോൾ ഓക്കെ ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടെയ്നർ 100 പിക്സൽസ് ആയി, സ്ക്രോളർ ഒന്നും വന്നിട്ടില്ല. ഇനി ഞാൻ ഇതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഓക്കെ ഫൈൻ 1000 പിക്സൽസിലേക്ക് റീച്ച് ആകുമ്പോൾ എന്തായി, സ്റ്റോപ്പായി. നമ്മുടെ ബോക്സ് ഇപ്പോൾ സ്ട്രെച്ച് ആവാൻ തുടങ്ങുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ വിത്തും മാക്സ് വിത്തും ക്ലബ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ പാരന്റ് കണ്ടെയ്നർ സെൻട്രലൈസ് ചെയ്യുന്ന വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ മാർജിൻ പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. സോ മാർജിൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഓട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓഫ് യുവർ ഫോക്കസിങ് ഇറ്റ് ഈസ് ഓൺ സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റർ ആയി കറക്റ്റ് നമ്മുടെ റെസ്പോൺസീവ് കൺസ്ട്രക്ഷനകത്തേക്ക് നമുക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ചൈൽഡ് കണ്ടെയ്നറിലോ പാരന്റ് കണ്ടെയ്നറിനോ ഹൈറ്റ് കൊടുത്തിട്ടില്ല, വെറും വിത്ത് മാത്രമേ നമ്മൾ കൊടുത്ത് വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിലും വിത്താണ് ഇതിലും വിത്താണ്. ഹൈറ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കണ്ടെയ്നറിനകത്ത് വരുന്ന കോണ്ടെക്സ്റ്റുവൽ കണ്ടന്റിന് എന്തെങ്കിലും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഹൈറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കണ്ടെയ്നറിനകത്ത് വരുന്ന കോണ്ടെക്സ്റ്റുവൽ കണ്ടന്റിനനുസരിച്ച് ടെക്സ്റ്റോ ഇമേജിനനുസരിച്ച് നമ്മുടെ കണ്ടെയ്നർ എക്സ്പാൻഡ് ആവുമോ അല്ലെങ്കിൽ ഷ്രിങ്ക് ആവുമോ ചെയ്യാൻ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇത് കറക്റ്റ് ഫിക്സ്ഡ് ആണ്. ഓക്കെ ഫൈൻ, ഇതിൻ്റെ ഹൈറ്റ് വാല്യൂ യൂസ് ചെയ്യാൻ പോവാണ്. ഹൈറ്റ് ഞാനിപ്പോൾ ഒരു 200 പിക്സൽസ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. കൻ യു സി, അപ്പോൾ ഈ ചൈൽഡ് കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പാരന്റ് കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് ഇവിടെ കൂടി വരിക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാരന്റ് കണ്ടെയ്നറിന് കൊടുക്കണമെന്നില്ല, ചൈൽഡ് കണ്ടെയ്നറിന് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാരന്റ് കണ്ടെയ്നർ സ്ട്രെച്ച് ആയി പോകും. ബട്ട് ഈ ഹൈറ്റ് പലപ്പോഴും നമുക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എപ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നുള്ളത്. ഇനി ഈ ചൈൽഡ് കണ്ടെയ്നറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, കോണ്ടെക്സ്റ്റുവൽ കണ്ടന്റ് ആഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിനകത്തൊരു പാരഗ്രാഫ് ആഡ് ചെയ്യാൻ പോവാണ്. സോ പാരഗ്രാഫ് ഡമ്മി ടെക്സ്റ്റ് ലോറം എപ്സം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്ന സ്റ്റൈൽസിനകത്ത് ലൈക്ക് ഇതാണ് നമ്മുടെ 50 പിക്സൽസും പിന്നെ കണ്ടെയ്നറിനകത്ത് വരുന്ന എലമെൻറ്റ്സും. ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഞാൻ ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ഷ്രിങ്ക് ചെയ്ത് നോക്കി നോക്കാം എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പ്രോബ്ലം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് ഈ പറയുന്ന 200 പിക്സലിനപ്പുറം ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രെച്ച് ആവാൻ പോകുന്നില്ല. അപ്പോൾ 200 പിക്സൽസ് കഴിഞ്ഞിട്ട് വരുന്ന കണ്ടൻറ്റൊക്കെ എന്തായിരിക്കും, നമുക്ക് ഓവർഫ്ലോ ആയി പോകും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നു, ഹൈറ്റ് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇറ്റ്സ് ഓക്കെ. ഹൈറ്റ് കറക്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തായി, നമ്മുടെ കണ്ടെയ്നർ ഓട്ടോമാറ്റിക്കായിട്ട് അതിനാവശ്യമുള്ള വിത്തും ഹൈറ്റും എടുത്തേക്കും. ഓക്കെ, വിത്തും ഹൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വിത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് 50%. അപ്പോൾ നമ്മുടെ ബ്രൗസർ വിൻഡോൻ്റെ 50% കറക്റ്റ് നമുക്ക് ഇവിടെ വേരി ആയി പോകുന്നുണ്ട്. ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. അപ്പോൾ എന്താണ് വിത്ത് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പെർസെൻറ്റേജിൽ കൊടുക്കുമ്പോഴും പിക്സൽസിൽ കൊടുക്കുമ്പോഴും നമുക്ക് വേരിയേഷൻ വരുന്നത്. അറ്റ് ദ സെയിം ടൈം മാക്സ് വിത്ത് എന്ന് പറയുമ്പോൾ എന്തായി, അപ്പോൾ ഇവിടെ നമ്മൾ 100% ആൻഡ് 1000 പിക്സൽസ് മാക്സ് വിത്ത് ആണ്. 1000 പിക്സൽസ് വരയ്ക്കും നമുക്ക് എന്തായിരിക്കും ഇത് വരും. അത് കഴിഞ്ഞതിന് ശേഷം ഈ 1000 പിക്സലിനപ്പുറം നമ്മുടെ പാരന്റ് കണ്ടെയ്നർ ഒരിക്കലും സ്ട്രെച്ച് ആവില്ല. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് മാക്സ് വിത്ത് യൂസേജ് എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെയ്ക്കും നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ബോക്സ് സൈസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഈ ബോക്സ് സൈസിങ്, ബോർഡർ ബോക്സ് എന്ന് പറയുന്ന വാല്യൂ, അതുപോലെ തന്നെ നമുക്ക് പാഡിംഗ് ബോക്സ് എന്ന് പറയുന്നത് വരുന്നുണ്ട്, കണ്ടന്റ് ബോക്സ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണെങ്കിലും ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഞാൻ വേറൊരു വിഷ്വലിലൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇങ്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷനാണ്. ഇറ്റ് ഈസ് സിമിലർ ടു ഇല്ലസ്ട്രേറ്റർ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യേണ്ടതുള്ളത്. ജസ്റ്റ് ഒരു ഫയൽസ് ഒക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇങ്ക് സ്പേസ് ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ.
ടു ഓപ്പൻ. നമ്മുടെ ഫയലും കൂടി ഒന്ന് ഇതിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് സൈസിങ് എന്ന് പറയുന്ന ഫയലാണ് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയൽ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ വിത്തും ഹൈറ്റും, വിത്ത് 100 പിക്സൽ, ഹൈറ്റ് 100 പിക്സൽ, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വിത്തും ഹൈറ്റും കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടെയ്നർ. ഇപ്പോൾ ഈ കണ്ടെയ്നറിലേക്ക് അപ്പോൾ ടോട്ടൽ ബ്രൗസറിനകത്ത് ഈ കാണുന്ന കണ്ടെയ്നർ യൂസ് ചെയ്യാൻ പോകുന്നത് 100 പിക്സൽ വിത്തും 100 പിക്സൽ ഹൈറ്റും, കൂടുതലൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ബട്ട് എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ കണ്ടെയ്നറിന് ലൈക്ക് പാഡിങ്, ബോർഡർ, മാർജിൻ ഇതൊക്കെ ആഡ് ഓൺ ചെയ്യണോ, അതിനനുസരിച്ച് നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഈ കണ്ടെയ്നറിൻ്റെ ടോട്ടൽ സ്പേസ് യൂട്ടിലൈസേഷൻ ഓൺ ബ്രൗസർ വിൻഡോ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ 20 പിക്സൽ കൊടുത്തു കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വിത്തിനെ സംബന്ധിച്ചിടത്തോളം 100 പിക്സൽ വിത്ത്, ലെഫ്റ്റിലൊരു 20, റൈറ്റിലൊരു 20, അപ്പോൾ 140 ആവും. അഗെയിൻ ബോർഡറിന് വേണ്ടിയിട്ട് ഒരു 20-20 ആണെന്ന് വെച്ചാൽ 180, മാർജിന് വേണ്ടിയിട്ട് 20-20 ലെഫ്റ്റ് റൈറ്റ് വരുമ്പോൾ അതിൻ്റെ വിത്തിനകത്തുനിന്ന് 180 പ്ലസ് ഒരു 40 220 പിക്സൽസോളം നമുക്ക് വരും ടോട്ടൽ സ്പേസ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഈ 100 പിക്സൽ വരുന്ന കണ്ടെയ്നർ, ബോർഡർ, പാഡിങ്, മാർജിൻ ഈ 3 പ്രോപ്പർട്ടിയും യൂസ് ചെയ്ത് നമ്മൾ ബ്രൗസറിൽ പ്ലേസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏകദേശം 220 പിക്സലോളം നമ്മൾ യൂസ് ചെയ്യും. ഇതേ തന്നെയാണ് ഹൈറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ടോപ്പിൽ പാഡിങ് വരുന്നുണ്ട്, ബോട്ടം പാഡിങ് വരുന്നുണ്ട്, ബോർഡർ ടോപ്പ് ബോട്ടം വരുന്നുണ്ട്, മാർജിൻ ടോപ്പ് ബോട്ടം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സ്പേസസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബ്രൗസർ വിൻഡോൻ്റെ ടോട്ടൽ സ്പേസ് യൂട്ടിലൈസേഷൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ, ഇത് സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്നത്. ഇതേ തന്നെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് മീൻസ് നമ്മുടെ കോഡിങ്ങിനകത്ത് ബോക്സ് സൈസിങ്, നമ്മുടെ വെബ് പേജിനകത്തുള്ള ഓൾ എലമെൻറ്റ്സ്, അതാണ് ഇവിടെ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെലക്ടർ. അപ്പോൾ ഈ യൂണിവേഴ്സൽ സെലക്ടറിനകത്ത് ഏതൊക്കെ കണ്ടെയ്നർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് എന്തെങ്കിലും പാഡിങ് കൊടുത്തിട്ടുണ്ടോ, മാർജിൻ കൊടുത്തിട്ടുണ്ടോ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുന്നത്, ഈ ബോക്സ് സൈസിങ് വർക്കൗട്ട് ചെയ്യുന്നത് അപ് ടു ബോർഡർ ഏരിയ വരെ മാത്രമേ നമുക്ക് വർക്കാവുള്ളൂ. മാർജിൻ നമുക്ക് കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. മാർജിൻ കണ്ടെയ്നറിൻ്റെ പുറമെയാണ് ഫോളോ ചെയ്യുന്നത്. പാഡിങ്ങും ബോർഡറും നമുക്ക് അകത്തേക്ക് പ്രിസർവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഡിഫോൾട്ട് വാല്യൂ എന്തായിരിക്കും? ബോക്സ് സൈസിങ്ങിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ബോർഡർ ബോക്സിൻ്റെ പകരം കണ്ടന്റ് ബോക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് മാറ്റുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് ആദ്യത്തെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടെയ്നർ. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നിങ്ങളുടെ ഹൈറ്റ് വിത്ത്, ഈ ഹൈറ്റ് വിത്തിലേക്ക് നേരത്തെ നമ്മൾ വർക്കൗട്ടിൽ ചെയ്തിരുന്ന 100 പിക്സൽസ് എന്തായി പാഡിങ് ഏരിയ ആക്കി മാറ്റുകയാണ് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ബോക്സ് സൈസിങ് എന്ന് പറയുന്നത് പാഡിങ് ബോക്സായി മാറുകയാണ് വെച്ചാൽ. പാഡിങ് ബോക്സായി മാറുമ്പോൾ നമ്മുടെ ഈ പാഡിങ് കണ്ടന്റ്, ഈ കാണുന്ന പാഡിങ് ഏരിയ 20 പിക്സൽസ് നിങ്ങളുടെ കണ്ടെയ്നറിൻ്റെ അകത്തേക്കാണ് ഫോളോ ചെയ്യുന്നത്. ഇതേ തന്നെ നമ്മളിവിടെ ബോർഡർ ബോക്സ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുമ്പോൾ അടുത്ത വർക്കിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായി, നമ്മുടെ കണ്ടെയ്നറിൻ്റെ സൈസ് കണ്ട അടുത്തടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അത്രയും വാല്യൂസ് ലെസ് ചെയ്തിട്ട് പോകണം. അപ്പോൾ എന്തായി, നമുക്ക് നമ്മുടെ കണ്ടെയ്നറിനകത്തേക്ക് പാഡിങ് ഫോളോ ചെയ്യും, അതുപോലെ തന്നെ ബോർഡറും ഫോളോ ചെയ്യും. അപ്പോൾ ടോട്ടൽ 100 പിക്സൽസ് ഉണ്ടായിരുന്നത് 20 പിക്സൽസ് 20 പിക്സൽ 40 പിക്സൽസ് ലെഫ്റ്റിനും 40 പിക്സൽസ് റൈറ്റിനും പോകുമ്പോൾ 100 പിക്സൽ വരുന്ന കണ്ടെയ്നർ 20 പിക്സലായി മാറും. 20 പിക്സൽ വിത്തും അതുപോലെ തന്നെ 20 പിക്സൽ ഹൈറ്റ് ആയിട്ട് നമുക്ക് മാറിപ്പോകും. ഇതാണ് ശരിക്കും നമുക്ക് ഈ എന്താ പറയുക ബോക്സ് സൈസിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ചെറിയൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോക്സ് സൈസിങ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ബോക്സ് ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇത് ഞാൻ റിമൂവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലം നോക്കി നോക്കണ്ട. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻറ്റ് കണ്ടെയ്നറിൻ്റെ വിത്ത് 100% പ്ലസ് ലെഫ്റ്റ് സൈഡിനകത്ത് വരുന്ന 50 പിക്സൽ, റൈറ്റ് സൈഡിനകത്ത് വരുന്ന 50 പിക്സൽസ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഷ്രിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. കനിസി ഈ സ്ക്രോൾ ബാർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രോൾ ബാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ സൈസിലേക്ക് കൂടുതൽ 100 പിക്സൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്, പാഡിങ് ലെഫ്റ്റും പാഡിങ് റൈറ്റും. അതാണ് ആ 100 പിക്സൽ എക്സസീവ് ആയിട്ട് വരുന്ന വാല്യൂനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രോൾ ബാർ വരുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കി ഞാൻ അപ് ടു ബോർഡർ വരെ, മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ബോർഡറാണ്, അപ് ടു ബോർഡർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ആ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. റെസ്പോൺസീവ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മളിത് പൊതുവെ യൂസ് ചെയ്യാറുണ്ട്, ബോക്സ് സൈസിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് കൊടുക്കുന്ന എക്സ്ട്രാ വാല്യൂ ആയിട്ടുള്ള പാഡിങ് ആവട്ടെ അല്ലെങ്കിൽ ബോർഡർ ആവട്ടെ, ഇതെല്ലാം കണ്ടെയ്നറിൻ്റെ വിത്തിൻ ദറ്റ് സൈഡ് ആ ഒരു വിത്തും ഹൈറ്റിന് അകത്തേക്ക് ഇതെന്താവും നമുക്ക് ഫോളിയോ ചെയ്യുന്നത്, പുറത്തേക്ക് പോകില്ല. ഓക്കെ, മാർജിൻ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മാർജിൻ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ സ്ക്രോൾ ബാർ ഇവിടെ അക്കറാവും. ഓക്കെ, സോ ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ ബോക്സ് സൈസിങ്ങിനെ കുറിച്ച് നോക്കിയായിരുന്നു. വിത്ത് ഹൈറ്റ് പെർസെൻറ്റേജിൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ എന്താണ് മാക്സ് വിത്ത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ ആദ്യത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച്, ഈ മാക്സ് വിത്തിനെ കുറിച്ചും ബോക്സ് സൈസിങ്ങിനെ കുറിച്ചും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. ഇനി അടുത്ത ടോപ്പിക്കിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം.